കൊല്ലം അഞ്ചൽ സ്വദേശിനി ഉത്രയെ ഭർത്താവ് മൂർഖൻ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ചു കൊന്ന സംഭവം എന്ന് ഞെട്ടലോടെ ഓർക്കാനാകും. ഇതിന് സമാനമായ ഒരു സംഭവമാണ് മുംബൈയിൽ നടന്നത്. ഭാര്യയെ വിഷപ്പാമ്പിനെ ഉപയോഗിച്ച് കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ 3 വർഷത്തിന് ശേഷം ഭർത്താവ് അറസ്റ്റിലായി. മുംബൈ ബദലാപൂർ ഈസ്റ്റ് സ്വദേശി രൂപേഷാണ് അറസ്റ്റിലായത്. ഇയാളുടെ സുഹൃത്തുക്കളെയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. ജൂലൈ 10 രൂപേഷിന്റെ ഭാര്യ നീരജ രൂപേഷ് മരിച്ചത്. അപകട മരണമാണെന്ന് ആദ്യം കരുതിയെങ്കിലും ബന്ധുക്കളുടെയും ദൃക്സാക്ഷികളുടെയും മൊഴികളിലെ വൈരുദ്ധ്യത്തെ തുടർന്ന് പോലീസ് വിശദമായി കേസ് അന്വേഷിക്കുകയായിരുന്നു. തുടർന്നാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. നീരജയെ രൂപേഷ് വിഷപ്പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചു കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് കണ്ടെത്തൽ. ഇതോടെ ഭർത്താവ് രൂപേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളെ സഹായിച്ച സുഹൃത്തുക്കളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇരുവരും വീട്ടിൽ സ്ഥിരം വഴക്കടിക്കാറുണ്ടായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. സുഹൃത്തുക്കളായ ഋതികേഷ് രമേശ് ചൽക്കെ, കുനൽ വിശ്വനാഥ് ചൌധരി എന്നിവരുമായി ചേർന്നാണ് നീരജയെ ഒഴിവാക്കാൻ പദ്ധതി രൂപേഷ് തയ്യാറാക്കിയത്. പാമ്പുകളെ രക്ഷപ്പെടുത്തുന്ന ചേതൻ വിജയ് ദുധാനിൽ നിന്നാണ് വിഷപ്പാമ്പിനെ സംഘടിപ്പിച്ചത്. പിന്നീട് ഇതിനെ ഉപയോഗിച്ച് നീരജയെ കടിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കേസിൽ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ്. 2020 മെയ് 7 കൊല്ലം അഞ്ചൽ സ്വദേശിനി ഉത്രയെ ഭർത്താവ് സൂരജ് മൂർഖൻ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചു കൊന്ന സംഭവം കേരളത്തെ ഞെട്ടിച്ചതാണ്. ഇതിന് 2 വർഷത്തിനു ശേഷമാണ് മുംബൈയിലെ കൊലപാതകം. ഉത്ര കൊലക്കേസ് സംബന്ധിച്ച വാർത്തകൾ രാജ്യവ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഇതറിഞ്ഞാണോ രൂപേഷും സുഹൃത്തുക്കളും സമാന മാർഗമായ കൊലപാതക മാർഗം തെരഞ്ഞെടുത്തതെന്നും മുംബൈ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. News 18 Mumbai.